3 വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമെന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ 47ാം റാങ്ക് കരസ്ഥമാക്കിയ നന്ദന. കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമാണിതെന്ന് നന്ദന ജനം ടിവിയോട് പ്രതികരിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ 50-ൽ ഇടം പിടിച്ച 47ാം റാങ്കുകാരി നന്ദന ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. ആദ്യം അഭിനന്ദനങ്ങൾ. എങ്ങനെ തോന്നുന്നു ഈ നിമിഷം? വലിയ സന്തോഷം. 47ാം റാങ്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കിട്ടിയതിൽ വലിയ സന്തോഷം. എത്രാമതാണിത്? എത്രാമത്തെ അറ്റംപ്റ്റിലാണ് പാസ്സായി വരുന്നത്? ഇതെൻ്റെ 2ാമത്തെ അറ്റംപ്റ്റാണ്. ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. 2ാമത്തെ അറ്റംപ്റ്റിൽ എല്ലാ സ്റ്റേജസും ഒരുമിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. എങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു വിജയം കരസ്ഥമാക്കുന്നത്? 50 തന്നെ എത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പം അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും വരണം എന്നൊരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എത്താൻ കഴിഞ്ഞതിൽ സന്തോഷം. ഈ സിവിൽ സർവീസ് ഒരു വലിയ മോഹമാണ്. സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ളൊരു മോഹമാണ്. അത് കരസ്ഥമാക്കുക എന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയ ഒരു പ്രയത്നം ഇതിൻ്റെ പിന്നിൽ വേണം. എങ്ങനെയായിരുന്നു ഇത്? കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നോ അതോ അതിന് പിന്നീട് ശേഷമാണോ ഈ സിവിൽ സർവീസ് ഒരു മോഹം മനസ്സിൽ വെച്ചത്? അങ്ങനെ ചെറുപ്പം മുതൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹമല്ല. ആദ്യ സമയത്തൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എക്സാം എന്താണെന്ന് അറിയാൻ. പിന്നീട് കോളേജൊക്കെ കഴിയുമ്പോഴാണ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ കോളേജ് കഴിഞ്ഞ് 2022 മുതലാണ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഇൻസ്പയർ എന്ന നിലയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു അതോ മാതാപിതാക്കളാണോ ഈ ഒരു വഴി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചത്? അതായത് സിവിൽ സർവീസ് എന്നൊരു ആഗ്രഹം മനസ്സിലേക്ക് ഉദ്ദീപിപ്പിക്കുന്നവരാണ്? അങ്ങനെ മാതാപിതാക്കളാണ്, ആരാണ്? ഇല്ല, എൻ്റെ പേരൻസ് എപ്പോഴും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുക, എനിക്കിഷ്ടമുള്ള ജോലി ചെയ്യുക എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അവർ അങ്ങനെ ഒന്നിലും ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഇഷ്ടത്തിന് വന്നതാണ്. അവരതിന് സപ്പോർട്ട് ചെയ്തിരുന്നു. ഐച്ഛിക വിഷയം ഏതായിരുന്നു? എൻ്റെ ഐച്ഛിക വിഷയം മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു. ഞാൻ സരിത മാം മാഷുവേൽ സാറിൻ്റെ അടുത്ത് ജാലകം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. ടീച്ചറിൻ്റെയും സാറിൻ്റെയും സപ്പോർട്ടും വളരെ വലുതായിരുന്നു ഈ ജേണിയിൽ. വലിയ സന്തോഷമുണ്ടല്ലോ. അച്ഛനും അമ്മയൊക്കെ എന്ത് പറഞ്ഞത് വിവരം അറിഞ്ഞതിന് ശേഷം? വലിയ സന്തോഷം. അവരും വലിയ സന്തോഷത്തിലാണ്. അവരും ഇത്രയും റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. വലിയ സന്തോഷം. അത് തന്നെയാണ്. ആദ്യ 50-ൽ 47ാമത്തെ റാങ്കുകാരിയാണ് നന്ദന. എന്തായാലും വലിയ സന്തോഷത്തിലാണ് നന്ദന.